എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത്. അതായത് ആലുവും മട്ടറും പാലക്കും വെച്ചിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാം. ചൂടായ പാനിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് അല്പം ജീരകവും കുറച്ച് വെളുത്തുള്ളി കുത്തിയരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മട്ടറാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ 2 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് പച്ചമുളകും, അതായത് 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, കറിവേപ്പിലയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ചെറു തീയിലിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. 1-2 മിനിറ്റ് വെന്തതിന് ശേഷം അടപ്പ് തുറന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ തന്നെ നമുക്കിതൊന്ന് ചെറുതീയിലിട്ടൊന്ന് വേവിക്കേണ്ടതാണ്. 2-3 മിനിറ്റിന് ശേഷം വീണ്ടും ഇതിൻ്റെ അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ തക്കാളി മീഡിയം സൈസ് എടുത്തതാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കെട്ട് പാലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകുതി എടുത്തിട്ട്, അതായത് ഒരു 250-300 ഗ്രാമോളം വരുന്ന ഒരു പാലക്ക് ചെറുതായിട്ട് അരിഞ്ഞത് കഴുകി വൃത്തിയാക്കി എടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. തീ എപ്പോഴും നമ്മുടെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വേവിക്കാൻ. അതിനുശേഷം നമുക്കിത് വീണ്ടും അടപ്പ് തുറന്ന് നന്നായിട്ടിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇതാ ഈ രീതിയിലാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ജീരകത്തിൻ്റെ പൗഡറും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആണ്. പക്ഷേ ഞാൻ ജീരകം നേരത്തെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇപ്പോൾ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് ഉപ്പും ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ്. നമ്മൾ ഇട്ട് കൊടുത്ത ഈ പൊടികളെല്ലാം നമ്മുടെ കറിക്ക് നല്ല രീതിയിൽ യോജിപ്പിച്ച് വരുന്നതിനായിട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നിങ്ങളുടെ ആവശ്യം പോലെയൊക്കെ ഒഴിച്ചു കൊടുക്കാം. കറിയായിട്ട് എടുക്കുന്നെങ്കിൽ കറിയായിട്ട് എടുക്കാം. ഞാനിതൊരു കുറുകിയ ഒരു രീതിയിൽ എടുക്കുന്നതിനായിട്ട് തീരെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് വീണ്ടും അടച്ചു വെച്ചൊന്ന് വേവിക്കാവുന്നതാണ്. ഒരു 3-4 മിനിറ്റ് വെന്തതിന് ശേഷം നമുക്കിതിൻ്റെ അടപ്പ് തുറക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ സബ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കൂട്ടുകറിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യുന്നതാണ്. ചപ്പാത്തിക്കും ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലൊരു കറിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.